10 ദിവസമായിട്ട് പണി നിർത്തിയേക്കുന്നതാണ്. നമ്മൾ ജസ്റ്റ് മോണിറ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരുന്ന സ്റ്റാഫുകളുള്ളൂ. ഒന്ന് സെക്യൂരിറ്റി ഉണ്ടാവും, ഒന്ന് എഞ്ചിനീയേഴ്സ് ഉണ്ടാവും. വെച്ചാൽ മഴ പെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡ്രെയിനേജ് ബ്ലോക്ക് ആവും. മഴ വന്നില്ല. പിന്നെ ആ മണ്ണ് റോട്ടിട്ട് അരിച്ചിറങ്ങി കഴിഞ്ഞാൽ ബൈക്കേഴ്സ് പിന്നെ ടാക്സി വണ്ടികൾക്കെല്ലാം സ്ലിപ്പാവുന്നൊരു മണ്ണാണ് ഇവിടുത്തെ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യുക, പബ്ലിക്കിന് യാതൊരു പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ കൊണ്ടുപോവുക. പിന്നെയാണെങ്കിൽ മോണിറ്ററിങ് ചെയ്യുക. നമുക്കാണ് ഇട്ടേക്കണ മണ്ണ് മോണിറ്ററിങ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് സർവേ വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കും, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു ഇടിച്ചിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു യെല്ലോ ടാഗ് ടൈപ്പ് ഒരു സാധനം അവിടെ ഇരിക്കുന്നത്, റിഫ്ലക്റ്റീവ് ടൈപ്പ്. അത് ഒരു സർവേ പോയിന്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ്. അവിടെയുള്ള പഞ്ചായത്തിലെ ആളുകളൊക്കെ പറയുന്നത് അവിടെ പുഴയിലൂടെ ഈ മണ്ണ് ഒലിച്ചു വന്നിട്ട് വീടുകളിലേക്ക് എത്തിയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. പുഴയിലൂടെ ഇല്ലില്ല, ആക്ച്വലി കലങ്ങി വെള്ളം പോകുന്നുണ്ടായിരുന്നു. അത് ആക്ച്വലി നമ്മൾ ഒരിക്കലും വെള്ളത്തിന് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മണ്ണ് പോയിട്ടില്ല, കലങ്ങി വെള്ളം പോയിട്ടുണ്ട്. അവർക്ക് കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ അങ്ങോട്ടേക്ക് കുടിവെള്ളം അറേഞ്ച് ചെയ്ത് ടാങ്കറിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പഞ്ചായത്ത് മെമ്പർ എല്ലാം അവരെ സംയുക്തമായ തീരുമാനം മൂലമാണ് അങ്ങനെ ചെയ്തായിരുന്നു. എടുത്തിട്ട മണ്ണ് നീക്കം ചെയ്യണമെന്നുള്ള റിപ്പോർട്ട് തന്നിരുന്നു. റിപ്പോർട്ടായിട്ട് നമുക്ക് മീൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ജസ്റ്റ് 10-ാം തീയതി റിപ്പോർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ADM-ൻ്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു, നമ്മൾ പോയിട്ട് ഏരിയ കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട്. നമുക്ക് മേപ്പാടി മുതൽ ചൂരൽമല ഏരിയ ഇല്ല. പിന്നെ നിയർ ബൈ എന്ന് പറയുമ്പോഴത്തേനും ഒരു 7 ഏക്കർ എന്ന് പറയുന്നത് നമ്മൾ ബേസ് ക്യാമ്പിൻ്റെ അടുത്താണ്. പക്ഷേ അവിടെ ഓൾമോസ്റ്റ് ഫുൾഫില്ലായി. മണ്ണിടുന്ന സ്ഥലമില്ലാത്തതുകൊണ്ടാണോ മാറ്റാതിരുന്നത്? മണ്ണിടുന്ന സ്ഥലം അവരെല്ലാം കൂടി, ഞങ്ങൾ വില്ലേജ് ഓഫീസറെല്ലാം കൂടി ചേർന്നിട്ട് സ്ഥലം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 10-ാം തീയതി മീറ്റിംഗ് ഉണ്ട്. അതിന് ശേഷം മാത്രമാണ് നമുക്കിത് മാറ്റാൻ പറ്റുമായിരുന്നത്. അപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത്. അല്ല, അവർക്ക് മഴ നമുക്ക് ഈ ഒരു 2 ദിവസം കൊണ്ടാണ് ഇത്ര മഴ ഉണ്ടായിരുന്നത്. അതിന് മുമ്പ് മഴ ഉണ്ടായിരുന്നില്ല. വന്ന് ചാറി പോകാമെന്നല്ലാണ്ട് വന്ന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ 2 ദിവസം വന്നേക്കുന്ന മഴ എന്ന് പറയുന്നത് നമുക്ക് അൺകൺട്രോൾഡാണ്. രാവിലെ അതുപോലെ തന്നെയായിരുന്നു, നല്ല മഴയായിരുന്നു. അപ്പോൾ ഡ്രെയിനേജ് മൊത്തം ഫുൾഫില്ലായി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇട്ട മണ്ണ് എല്ലാം കവർ ചെയ്തേക്കണം, ടർപ്പോളിൻ ഷീറ്റ് വെച്ച് ഉപയോഗിച്ച് മൊത്തം മൂടിയിട്ടേക്കുന്നത്. അതുകൊണ്ട് അതിനകത്തേക്ക് വെള്ളം ഇറങ്ങി ചെന്നിട്ട് അതിടിഞ്ഞു വരാൻ ഒരിതില്ല. നല്ല സപ്പോർട്ടീവായിട്ടാണ് അത് ഇരിക്കുന്നത്. മീൻസ് നമ്മൾ ഇടുന്ന മണ്ണ് കോമ്പാക്ട് ചെയ്തിട്ടാണ് ടോപ്പ് ഹൈറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല. അതിൽ ഈ മണ്ണ് മാറ്റാൻ കൃത്യമായ ഒരു സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. നമുക്ക് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ആണെങ്കിൽ അങ്ങോട്ടേക്ക് നമുക്ക് ഈ സമയത്ത് ട്രാൻസ്പോർട്ടിങ് നടക്കില്ല. ആക്ച്വലി മഴ തുടങ്ങിയ സമയത്ത് നമുക്ക് സ്ലഷ് റോഡിലേക്കാവും. അപ്പോൾ അതും നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ആക്ച്വലി മെഷീനറീസ് എല്ലാം പുറത്തേക്ക് ഇറക്കണം, റോഡിലേക്ക് ഇറക്കണം. അതും പബ്ലിക്കിന് ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ ടൂറിസ്റ്റ് വരുന്ന സമയമായിരുന്നു. ഇതെല്ലാം നമുക്ക് നോക്കണം. നമ്മൾ കുറച്ച് മേളിലേക്കാണ്, തൊള്ളരങ്കണ്ടി നമ്മുടെ ബേസ് ക്യാമ്പിൻ്റെ ഏരിയ തന്നെയാണ്, അത് നിയർ ബൈ തന്നെയാണ്. ജസ്റ്റ് ഇന്നലെ എത്ര പേരെ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നു? ഇന്നലെ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. മീൻസ് ഞാൻ പഞ്ച് ചെയ്ത് എനിക്കാണെങ്കിൽ അവിടുത്തെ മഴ സമയത്ത് എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. KRSL സ്റ്റാഫ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഞങ്ങൾ കുറച്ച് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ പോയതിനു ശേഷമാണ് ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങിയത്. മീൻസ് മെയിൻ ഗേറ്റിൻ്റെ അവിടെ വെച്ചിട്ടായിരുന്നു. അല്ല ഉള്ളിട്ട് പോകുക, അല്ലാണ്ട് ഈ സൈഡിൻ്റെ ഉള്ളിട്ട് പോകുന്നില്ല. റോഡ് സൈഡിൽ സെക്യൂരിറ്റി ക്യാബിൻ്റെ അവിടെ വെച്ചിട്ടായിരുന്നു.